ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ മഹേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ജോൺ അബ്രഹാം ആണെങ്കിൽ ശാലിനിയുടെ ഒരു ക്യാബിനിലെ മേശപ്പുറത്ത് നിന്നും എന്തൊക്കെയോ പേപ്പർ തപ്പുന്നുണ്ട്. മിക്കവാറും ആ പരുത്തിക്കുന്ന് കോളനിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫയലോ എന്തെങ്കിലും ഓർഡറോ വല്ലതും ആയിരിക്കും അത് മാറ്റാനായിട്ട് ജോണിനോട് പറഞ്ഞത്. മഹേന്ദ്രനാണെങ്കിൽ അതനുസരിച്ച് എടിഎം ആണെങ്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ജോൺ പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതിനുശേഷം കാണിക്കുന്നത് സത്യഭാമയോട് രാഘവൻ നായർ പറയുന്നുണ്ട്, വിഷ്ണുവിനെ മാറ്റി നിർത്തിയാൽ നിൻ്റെ ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല. വിഷ്ണു നിൻ്റെ കൂടെ ഉണ്ടോ ഇത് നന്നായിട്ട് പോകും. എന്നവൻ മനം മടുത്ത് ഇതിൽ നിന്നും പിന്മാറുന്നോ അന്ന് അവസാനിപ്പിച്ചേക്കണം നിൻ്റെ ഈ പണമിടപാട് എന്നിങ്ങനെ ഒരു വാണിംഗ് എന്ന പോലെ രാഘവൻ നായർ സത്യഭാമയോട് പറയുമ്പോൾ ഭാമ ഇങ്ങനെ ദേഷ്യത്തോടെ രാഘവൻ നായരെ നോക്കിയിരിക്കുകയാണ്. പൊന്നിയും അടുത്ത് തന്നെ നിൽപ്പുന്നുണ്ട്. ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശിവൻ അങ്ങോട്ടോ ഡെയ്സി ഇങ്ങോട്ടോ അവർ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഇങ്ങനെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല, വീട്ടു തടങ്കലിലാണ് എന്നിങ്ങനെ ഡെയ്സി പറയുമ്പോൾ ഞാൻ വന്ന് വിളിച്ചാൽ നീ വരുമോ എന്നിങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആൻ്റണി വന്ന് ഡെയ്സിയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് ഡെയ്സി അടിക്കുന്നുണ്ട്. ആടിയുടെ ശബ്ദം ആ ഫോണിൽ കൂടി ശിവൻ കേൾക്കുന്നുണ്ട്. ശിവൻ ആകെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്, ആൻ്റണിയോട് തന്നെ സംസാരിക്കുന്നുണ്ട്. അന്നേരം അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ചാൽ വരും കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട് അവൾക്ക് നീയായിട്ട് യാതൊരു ബന്ധമില്ല, അവൾ തന്നെ പറയുമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട്. അന്നേരം ഉപദ്രവിക്കുന്നതെന്ന് തോന്നുന്നു. അന്നേരം ഡെയ്സി അത് പറയുന്നു എന്നാണ് തോന്നുന്നത്, അത് കാണിക്കുന്നില്ല. അന്നേരം ശിവനാകെ ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. തിരിച്ച് ആൻ്റണി സംസാരിക്കുന്നുണ്ട്, ഇതുപോലെ ഓരോ മണിക്കൂർ ഇടവിട്ടും നിന്നിൽ നിന്നും അവളെ ഇങ്ങനെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ ദേഷ്യത്തോടെ ഇരിക്കുന്ന ഈ 2-3 സീനാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷേ ശിവൻ എങ്ങനെയും ഡെയ്സി വന്ന് കൊണ്ടുപോകുമായിരിക്കും, ആ ഒരു സീനാകണം വരുന്നത്. പക്ഷേ ഈ മഹേന്ദ്രൻ അതിന് എങ്ങനെ കൂട്ടു നിൽക്കും എന്നുള്ളതാണ്. ഈ യോഹന്നാൻ്റെ മകനാണല്ലോ ഡെയ്സി. പിന്നീട് ഈ ഒരു ജോൺ അബ്രഹാം കാണിക്കുന്ന ആ ഒരു ചതിയും പിന്നീട് ശാലിനി കണ്ടുപിടിക്കുമോ, പിന്നീട് ആ കോളനിക്കാരിയുമായിട്ട് ശാലിനി മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെയാണ് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ.